ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പുതിയ വെളിപാട്. നമുക്കിത് പുതിയതാണെങ്കിലും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ വെളിപാടുകളൊക്കെ നടന്നിട്ടുള്ളതാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു പുസ്തകം പരിചയപ്പെടുത്താൻ പോവുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. ഇതിനെക്കുറിച്ച് 2 വർഷം മുൻപ്, 2-3 വർഷം മുമ്പ് ഒരു ഫാദർ വഴിയായി എനിക്ക് ഈ കാര്യങ്ങൾ കുറച്ച് വെളിപ്പെട്ട് കിട്ടിയതാണ്. പക്ഷേ പുസ്തകം ഞാൻ വായിച്ചിരുന്നില്ല. തന്നെയുമല്ല, ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം തന്നെയാണ് ഇത്. എങ്കിലും ഇതിൽ കുറേ വ്യത്യസ്തതയുണ്ട്. വളരെ ലളിതമായ രൂപത്തിൽ നമുക്ക് നമ്മുടെ ജീവിതം എങ്ങനെ ക്രമപ്പെടുത്തണം എന്ന് അവസാന കാലത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണ് ഇതിൽ മുഴുവനും. നമുക്ക് നമ്മുടെ ഈ പങ്കുവയ്ക്കൽ തുടങ്ങുന്നതിനേക്കാൾ മുൻപ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ഈ സംരംഭത്തെ കാഴ്ചവെക്കാം. അമ്മയുടെ കാപ്പ് കൊണ്ട് അമ്മ നമ്മെ പൊതിയട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിന് ഇത് സമർപ്പിക്കാം. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യരെല്ലാം എളിമയോടെ മുട്ടുമടക്കി മാപ്പാക്കണമേ, കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് പരിഹാരം ചെയ്ത് സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കാനായിട്ട് ഈ പുസ്തകം നമുക്ക് ഉപകരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ സംരംഭത്തെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് കൊടുക്കാം. സങ്കീർത്തനം 97:3 അഗ്നി നമുക്ക് ചുറ്റും ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാത്താൻ ഒരു തരത്തിലും മനുഷ്യമക്കളെ പ്രലോഭിപ്പിക്കാൻ, പരീക്ഷണത്തിന് വിധേയമാക്കാൻ ഇടയാക്കല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ 5 തിരുമുറിവുകളിലേക്ക് നമ്മുടെ ഈ പങ്കുവയ്ക്കലിനെ കാഴ്ചവെക്കാം. ഈശോയുടെ അതിവിശുദ്ധമായ പരിപാവനമായ തിരുരക്തം നമുക്ക് ചുറ്റും കോട്ടയായിട്ട് നിൽക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ആദ്യമേ തന്നെ ഞാൻ ഈശോയോട് മാപ്പ് പറയുകയാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് ഇതിനെക്കുറിച്ച് അറിവ് കിട്ടിയ ഞാൻ ഇതുവരെ മിണ്ടാതിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രിയ കൂട്ടുകാരെ, ഇത് കരുണയുടെ അവസാന മണിക്കൂറാണ്. ഞാൻ എല്ലാ പങ്കുവയ്ക്കലുകളും പറയാറുണ്ട്, ഇത് അന്ത്യകാലമാണ്, യുഗ അന്ത്യമാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നാടിൻ്റെ പോക്ക്, മനുഷ്യരുടെ പോക്ക് ഇതൊക്കെ കണ്ട നമുക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകാം. പ്രകൃതിയുടെ വ്യത്യസ്തമായിട്ടുള്ള രൂപഭാവങ്ങൾ, ഇതെല്ലാം നമുക്ക് ഇത് യുഗത്തിൻ്റെ അന്ത്യമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഏത് കൊച്ചുകുട്ടിക്കും അറിയും. ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് കൃത്യമായിട്ടും എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, എങ്ങനെയൊക്കെ ഒരുങ്ങണമെന്ന് പല മക്കൾക്കും കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ സഭയുടെ ഔദ്യോഗികമായ അംഗീകാരം കിട്ടിയിട്ടില്ല എങ്കിലും അതാത് ദേശത്തേക്ക് ഓരോരോ ദർശനങ്ങളും വെളിപാടുകളും കിട്ടുമ്പോൾ ആ പുസ്തകങ്ങൾ നമ്മൾ വായിച്ച് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണം. തെറ്റായ രീതിയിൽ വായിച്ച് മനസ്സിലാക്കരുത് എന്ന ഒരു ഉദ്ദേശം കൂടി ഉണ്ട് എനിക്ക്. ഇത് വായിച്ചിട്ട് വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി നടന്നിട്ട് കാര്യമില്ല. എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത്, അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ദൈവം തന്ന മറ്റൊരു വെളിപാടാണിത്. ഞാൻ നിങ്ങൾക്ക് പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് കിബ്ഹോയിലെ സെഗദാശ്യ ഈശോയെ കണ്ടുമുട്ടിയ ബാലൻ എന്ന് പറഞ്ഞ് ഒരു പുസ്തകം പരിചയപ്പെടുത്തി എല്ലാം വായിച്ചു തന്നിരുന്നു. അതിൽ സെഗദാശ്യക്ക് ഈശോ അവസാന കാലത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. സെഗദാശ്യ എന്ന് പറയുന്ന ബാലൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഈശോ മറുപടി കൊടുക്കുന്നതൊക്കെ നമ്മൾ വായിച്ച് കേട്ടതാണ്. അതുപോലെ തന്നെ ഒരു സ്വകാര്യ വെളിപാടാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് 164 പേജുകളുള്ള ഒരു പുസ്തകമാണ്.
ഇത് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്, ഇത് എൻ്റെ കയ്യിൽ ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ട് 3 വർഷമായി. പക്ഷേ ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ പുസ്തകം കിട്ടുന്നത്. കുറച്ച് നാളുകളായി പുസ്തകവും കിട്ടിയിട്ട് ഞാനത് പറഞ്ഞില്ല. ഈശോ എന്നോട് വളരെയധികം വേദനയോടുകൂടെ പറഞ്ഞു, നീ എന്തുകൊണ്ടാണിത് പറയാതിരിക്കുന്നത്? ഞാൻ ഈശോയോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ. പക്ഷേ എന്നിരുന്നാലും പുതിയ ഒരു വെളിപാട് അല്ല എങ്കിലും കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഏറെ ഫലപ്രദമാണ്. ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഓർത്ത് ജീവിതം മാറ്റിമറിക്കാൻ ഇത് എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകം ഇതാണ്, കരുണയുടെ അവസാന മണിക്കൂർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് പുസ്തകം. ഇത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ നമ്പർ പറഞ്ഞു തരാം. ഈ പുസ്തകം എവിടെ കിട്ടും, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ നമ്പർ ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ജോസ് എന്ന് പറയുന്നൊരു സഹോദരൻ്റെ നമ്പറാണ് ഞാൻ തരാൻ പോകുന്നത്. ആ നമ്പർ ഇങ്ങനെയാണ്, ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം. 9474974835. ഇതാണ് ഈ ജോസ് എന്ന് പറയുന്ന സഹോദരൻ നമ്പർ. ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പുസ്തകം കിട്ടും. എത്രയും വേഗം നിങ്ങൾ ഈ പുസ്തകം വായിച്ചാൽ എൻ്റെ ഭാരം കുറഞ്ഞു. എങ്കിലും ഞാൻ സെഗദാശിയുടെ പുസ്തകം വായിച്ച് 164 പേജുള്ള ഈ പുസ്തകവും അതുപോലെ വായിച്ച് ഞാനിത് പങ്കുവയ്ക്കാൻ തുടങ്ങുകയാണ്. ഇത് ലോകം മുഴുവൻ അറിയപ്പെടട്ടെ, ലോകം മുഴുവൻ മാനസാന്തരപ്പെടട്ടെ, കൽപ്പനകൾ പാലിക്കാനും കൂദാശപരമായ ജീവിതം നയിക്കാനും ഇത് പ്രേരകമാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇത് തന്നെയാണ് എൻ്റെ ലക്ഷ്യവും. പിന്നെ ഞാനിതിനെക്കുറിച്ച് വൈകി ഇരുന്നപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, നിനക്ക് എത്ര നാൾ ഈ ഭൂമിയിലുണ്ട് എന്നറിയില്ലല്ലോ. ഞാനിവിടെ നിന്ന് പോകുന്നതിനേക്കാൾ മുൻപ് ഈശോ തന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണം. ഒരുപക്ഷെ അവസാനത്തെ ആ കാലഘട്ടത്തിൽ യൂട്യൂബിലുള്ള ടോക്കുകളൊന്നും ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. എനിക്കറിയില്ല എന്തൊക്കെയോ സംഭവിക്കാമെന്ന്. പക്ഷേ എന്നാലും ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തത് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇത് പതിഞ്ഞിരിക്കും. മനസ്സിൽ നിന്ന് ആർക്കും ഒന്നും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ പുസ്തകം ഇന്ന് മുതൽ ഞാൻ നിങ്ങൾക്കായിട്ട് വായിച്ച് മനസ്സിലാക്കി തരാം. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ പുസ്തകം വാങ്ങണം, വായിക്കണം. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെ വചനം വായിക്കുന്നത് നല്ലതാണ്. കൃഷിക്കാരനോട് പറയുന്നുണ്ടല്ലോ, ഒന്നും ഫലം കാണാതെ ഒന്നും കാണുന്നില്ല, ഫലം കാണുന്നില്ല ആ വൃക്ഷത്തിൽ. അപ്പോൾ ഉടമസ്ഥൻ പറയുന്നുണ്ട്, ഇതിനെ വെട്ടിക്കളയും. അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, യജമാനന് ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു. പ്രിയ കൂട്ടുകാരെ, വർഷങ്ങളായി നമ്മൾ പലതും കേൾക്കുന്നു. കാലം അടുത്തു എന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഫലമൊന്നും കാണുന്നില്ല. ഉടമസ്ഥൻ വരും, വെട്ടി ദൂരെ കളഞ്ഞോളാൻ പറയും. അതിനു മുൻപ് കൃഷിക്കാരൻ പറയും, ഞാൻ വളമിട്ട് നോക്കട്ടെ. കൃഷിക്കാരൻ്റെ ഒരു ഭാഗമാണ് ഈ പങ്കുവെക്കൽ. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ, ഈ പുസ്തകത്തെക്കുറിച്ച് ഷെയർ ചെയ്യുമ്പോൾ അതായിരിക്കും എൻ്റെ ഒരു ഭാഗമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്ത് കേട്ടിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും ഫലം കൊടുത്തില്ലെങ്കിൽ വെട്ടി തീയിലിടുക തന്നെ ചെയ്യും. നമുക്ക് ഈ വചനം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാം. ഉടമസ്ഥൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യും, വല്ല ഫലവും ഉണ്ടായോ. നിരന്തരം ഫലമൊന്നും കണ്ടില്ലെങ്കിൽ വെട്ടി തീയിലിടും സഹോദരങ്ങൾ. അതുകൊണ്ട് വെട്ടി തീയിലിടുന്നതിന് മുൻപ് നമുക്ക് അനുദപിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പുസ്തകത്തിലെ മുഴുവൻ
കാര്യങ്ങളും എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടാണ് ഞാനിത് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇത് കരുണയുടെ അവസാന മണിക്കൂറാണ്. ഇത് ഈ പുസ്തകത്തിൽ പറഞ്ഞതല്ല, വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞിട്ടുണ്ട്. നീതിയുടെ രാജാവായി ഞാൻ വരുന്നതിനേക്കാൾ മുൻപ് കരുണയുടെ രാജാവായിട്ട് വരും. ആ കരുണ നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങൾ അതിൽ വരികയോ അതിൽ നിന്ന് കോരി കുടിക്കുകയോ ചെയ്യാതെ, മാനസാന്തരപ്പെടാതെ മർക്കട മുഷ്ടികളായിട്ട് അഹങ്കാരത്തോടു കൂടെ ഇനിയും നിങ്ങൾ ജീവിച്ചാൽ നീതിയുടെ രാജാവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ദയനീയമായി നിൽക്കേണ്ടി വരും. ഒരു ആത്മാവും നശിച്ചു പോകാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തോടു കൂടെ നിത്യമായി സ്വർഗരാജ്യത്തിൽ വസിക്കാനാണ്. അതിനാണ് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടിട്ട് ഭയന്നു ഓടാനല്ല, ഇത് കേട്ടിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ ജീവിതം മാറ്റണം. കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ വരുമോ, ഭൂമി ഇളകിയാടോ, ചന്ദ്രൻ പോവോ, സൂര്യൻ്റെ പ്രകാശം ഇരുളോ, ഇതൊക്കെ സംഭവിക്കും. എന്നിട്ടും ഞാൻ സാധാരണ പോലെ തന്നെ ജീവിക്കും. ഞാൻ ഇട്ടിരുന്ന വസ്ത്രങ്ങൾ തന്നെ ഇപ്പോഴും ഇടും. എന്നിട്ട് ഞാൻ മനുഷ്യരെ പ്രലോഭിപ്പിക്കും. ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന എല്ലാ ലഹരികളും ഞാൻ കുടിക്കും. എൻ്റെ ഭാഗത്തുള്ള എല്ലാ ഈഗോയും അങ്ങനെ തന്നെ നിലനിൽക്കും. താഴാൻ എനിക്ക് മനസ്സില്ല. മറ്റുള്ളവർ പറയുന്നത് ഞാൻ അംഗീകരിക്കില്ല. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കില്ല. കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. കുടുംബങ്ങളിലും സഭകളിലും കൂട്ടായ്മകളിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നോക്കുമ്പോൾ പുസ്തകങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആലിസേച്ചിയുടെ ടോക്ക് കേൾക്കുന്നുണ്ട്. അതുപോലെ ഇതുപോലെയുള്ള മറ്റു ടോക്കുകളൊക്കെ കേൾക്കുന്നുണ്ട്. അത് കേട്ടില്ലേ നീ ഇത് കേട്ടില്ലേ, അവസാനം എടുത്തുന്ന് ഇത് പറഞ്ഞ് വെറുതെ ഇതുപോലെ സംസാരിക്കാനല്ല ഈശോ ഇതൊക്കെ നമുക്ക് തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം. ഈശോ തന്ന ആയുധങ്ങൾ കയ്യിലെടുക്കണം. പരിശുദ്ധ കുർബാന, പരിശുദ്ധ ജപമാല, ദിവ്യകാരുണ്യ ആരാധന, കൂദാശകളിലൂടെയുള്ള ജീവിതം, അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. പിന്നെ പ്രത്യേക പ്രാർത്ഥനകൾ. അന്ത്യകാലത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന. ഓരോ ടിപ്സ് പല വഴിക്കും നമുക്ക് കിട്ടുമ്പോൾ നമ്മളതൊക്കെ കരുതി വെക്കണം. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ പ്രാർത്ഥനകളും എഴുതിയെടുക്കണമെന്ന് പറഞ്ഞില്ല. എഴുതിയെടുത്താൽ നല്ലതാണ്. പലതിൻ്റെയും ടെക്സ്റ്റ് മെസ്സേജ് വരുമ്പോൾ ഞാനത് ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ മനസ്സ് സൂക്ഷിക്കണം. അന്ത്യകാലത്തിന് പറ്റിയ പ്രാർത്ഥനകൾ പല മക്കൾക്കും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സൂക്ഷിക്കണം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ദിവസം മുമ്പ് പരിചയപ്പെടുത്തി അനുദിന തെറ്റുകൾക്കുള്ള പരിഹാരം. അതിനു മുൻപ് ഞാൻ പറഞ്ഞു പരിഹാര പ്രാർത്ഥന. പ്രിയ സഹോദരങ്ങളെ, ആ പരിഹാര പ്രാർത്ഥന ലോകത്ത് അനേകം മക്കൾക്ക് വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. എല്ലാം ഞാനിവിടെ പറയുന്നില്ല. കാരണം പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞിട്ടുള്ള, പരിഹാരം ചെയ്തിട്ടുള്ള പ്രാർത്ഥനയാണത്. ജീവിതത്തിലും കുടുംബത്തിലും എന്ത് തകർച്ചകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ആ പരിഹാര പ്രാർത്ഥന മരണാസന്നയുടെ മുമ്പിൽ നിന്ന് ചെല്ലണം. അത് അനുതാപത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. മാപ്പാക്കണേ, കരുണ കാണിക്കണമേ. അതുപോലെ ഞാൻ കുറച്ച് പ്രാർത്ഥനകളും പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളതൊക്കെ സൂക്ഷിച്ചാൽ നല്ല കാര്യമാണ്. നമുക്ക് ഈ പുസ്തകം ഇപ്പോൾ മുതൽ തുടങ്ങാം. കരുണയുടെ അവസാന മണിക്കൂറാണെന്ന് ഞാൻ പറഞ്ഞു. നീതിയുടെ ദൈവമായിട്ട് വരുന്നേക്കാൾ മുൻപ് കർത്താവ് കരുണയുടെ രാജാവായിട്ട് വരും. ഈ പുസ്തകത്തിൻ്റെ ബേസിൽ ഒരു കൊച്ചു പെൺകുട്ടിയുടെ അനുഭവങ്ങളാണ്. ഇത് മേഘാലയയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ കാര്യം എനിക്ക് 3 വർഷം മുൻപേ അറിയാമായിരുന്നു. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് അവിടുത്തെ ബിഷപ്പ് അംഗീകാരം കൊടുത്തതാണ്. ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഇത് MSFS ഫാദർമാരിലൂടെ പഠനം കഴിഞ്ഞ് ഇതിനൊരു ആധികാരികത എത്തിയിട്ടുള്ളതാണ്. ഇത് മേഘാലയയിലെ സിസ്റ്റർ ജിങ്സ്ഗൂർ കോൺക്ലാഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ആയിട്ടില്ല, അങ്ങനെയുള്ളൊരു കുട്ടി. ആ കുട്ടി തനിക്ക് കിട്ടിയിട്ടുള്ള വെളിപാടുകൾ പുരോഹിതന്മാരുമായിട്ട് പങ്കുവയ്ക്കുകയും മാത്രമല്ല മനുഷ്യർക്കൊക്കെ കാണാവുന്ന രീതിയിൽ
അത്ഭുതകരമായിട്ടുള്ള ഇടപെടലുകൾ, ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ആ കുട്ടിയെ പഠിക്കുകയും അങ്ങനെ ആ കുട്ടിക്ക് കിട്ടുന്ന സന്ദേശങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് പബ്ലിഷ് ചെയ്യാം എന്ന് MSFS സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായ ഫാദർ സാബു ഫ്രാൻസിസ് പരിശോധന നടത്തി പ്രസിദ്ധീകരണ അനുമതി നൽകുകയും ചെയ്തതാണ്. ഇത് നമുക്ക് വായിക്കുകയും നമ്മുടെ ബോധ്യമണ്ഡലങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇത് വായിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ കരുണയുടെ ആഴക്കടലിലേക്ക് ഓടിവരും, മാനസാന്തര അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് ഈ പുസ്തകം നമുക്ക് ഒന്നു ചേർന്ന് വായിക്കാം. ഈ സിസ്റ്ററിലൂടെ എന്താണ് ദൈവം പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ആമുഖം കഴിഞ്ഞാൽ ഈ സിസ്റ്റർ തന്നെ സാക്ഷ്യം പറയുന്ന കുറച്ച് പേജുകളുണ്ട്. അതിൽ സിസ്റ്ററിൻ്റെ ഹിസ്റ്ററി മുഴുവൻ നമുക്ക് അറിയാം. ഈ കുട്ടിയുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് 2021 ജൂൺ 12 ഷില്ലോങ്ങിലെ ഹോളി റിഡീമർ റിന്യൂവൽ സെൻറ്റർ HRRC അവിടെ ധ്യാനം കൂടാൻ വന്നതിന് ശേഷം ഉണ്ടാകുന്ന അനുഭവങ്ങളാണിത്. പണ്ട് ഈ കുട്ടി മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ കന്യാസ്ത്രീയാകാനുള്ള പഠനത്തിലായിരുന്നു. ഈ ഫോർമേഷൻ്റെ ആദ്യ കാലങ്ങളിൽ ഈ കുട്ടിക്ക് കുറേ സംശയങ്ങൾ ദൈവസ്നേഹത്തെക്കുറിച്ച് മനസ്സിൽ ഉയർന്നു വന്നു. അങ്ങനെ അവരുടെ സുപ്പീരിയറുമായിട്ട് ഇത് സംസാരിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിട്ട് പോകാൻ അനുവാദം കൊടുത്തു. ഈ കുട്ടിയുടെ മൂത്ത സഹോദരി സിസ്റ്റർ ക്രെൻകോഡോർ കോംഗ്ലഡ്, മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ്, അവരാണ് മൂത്ത സഹോദരിയാണ് ഈ ധ്യാനമന്ദിരത്തിലേക്ക് ഈ കുട്ടിയെ വിടുന്നത്. അവിടെ വെച്ച് ഫാദർ ജൂഡിനെ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് പ്രകാരം അവിടെയുള്ള ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവാനുഭവം ഉണ്ടാവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ 30 മിനിറ്റ് ഇത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതിനുള്ള ആരോഗ്യമേ ഉള്ളൂ. എല്ലാ ദിവസവും ഞാനിത് 30 മിനിറ്റ് പറയും. അത് കഴിഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങളിപ്പോൾ എന്നെ കാണുന്ന രീതിയിലല്ല ഇത് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഞാനിത് പറയും, നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം. ആ ധ്യാനത്തിൽ വെച്ചാണ് ഈ കുട്ടിക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇവർക്ക് മലയാളമൊന്നും അറിയില്ല. അവിടെ ഷില്ലോങ്ങിലത്തെ നാടൻ ഭാഷയാണെന്ന് തോന്നുന്നു. ധ്യാനത്തിലായിരിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് കർത്താവിൻ്റെ സമാധാനവും ആനന്ദവും ഒക്കെ വന്ന് നിറയാനായിട്ട് തുടങ്ങി. അങ്ങനെ മാതാപിതാക്കളും അവിടുത്തെ വൈദികരും അനുവദിച്ചതുകൊണ്ട് അവിടെ തന്നെ താമസിച്ച് ധ്യാനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജപമാലയോടും പരിശുദ്ധ കുർബാനയോടും ആഴമായ ഭക്തി ഈ കുട്ടിയിൽ വന്നു തുടങ്ങി. ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന 2 കുർബാനകളിലും ഈ കുട്ടി പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഭയങ്കര ക്ഷീണം വന്നപ്പോൾ ഉച്ചതിരിഞ്ഞുള്ള കുർബാനയിൽ പങ്കെടുക്കണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ അച്ഛനോട് പറഞ്ഞു, ഇന്ന് ഞാൻ കുർബാനയ്ക്ക് പോകുന്നില്ല, ഭയങ്കര ക്ഷീണമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, നീ കുർബാനയ്ക്ക് പോകണം, അവിടെ വെച്ച് കർത്താവ് നിനക്ക് എന്തോ വെളിപ്പെടുത്തി തരാനായിട്ട് പോകുന്നുണ്ട് എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഈ കുട്ടി കുർബാനയിൽ പങ്കെടുക്കുകയാണ്. കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ കണ്ണുകളിൽ അതുവരെ കണ്ടിരുന്ന അച്ഛനെയും അൾത്താരെയും ഒക്കെ മാറിപ്പോയി. പിന്നെ വന്നത് പുരോഹിതൻ്റെ സ്ഥാനത്ത് ഈശോയെയും അതുപോലെ ബലിയിൽ പങ്കെടുക്കുന്ന ആ ആളുകൾ 3 ഗണമായിട്ട് ഈ കുട്ടിക്ക് കാണുകയാണ്. ഈ കുട്ടി ഇതൊന്നും മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത് ആരാണ്, എന്താണ്, അവർ ഓരോ ഗോത്രവർഗ്ഗക്കാർ പോലുള്ള ആളുകളാണ്. അവർക്ക് ഈശോനെ കുറിച്ച് അത്രമാത്രം അറിവൊന്നുമില്ല. അങ്ങനെ ഈ കുട്ടി ഇതെന്താണെന്ന് മനസ്സിലാകാതെ ഇരുന്ന സമയത്ത് കർത്താവ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്.
ഈ കുർബാനയിൽ പങ്കെടുക്കുന്നതായി കണ്ട 3 ഗണം വ്യക്തികൾ, ഒരു ഗണം മാലാഖമാരും മറ്റൊരു ഗണം വിശുദ്ധരും മറ്റൊരു ഗണം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുമാണ്. ഇത് പലർക്കും കൊടുത്തിട്ടുള്ള സന്ദേശങ്ങളും ദർശനങ്ങളുമാണ്. പരിശുദ്ധ കുർബാന എന്ന യാഗബലിയിൽ അൾത്താരയിൽ നടക്കുന്ന വലിയ സംഭവം നമുക്ക് ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞ് മരിയ എന്നൊരു സഹോദരി, ഇപ്പോൾ അവര് മിണ്ടാമഠത്തിൽ ആണ്. അവർ ആ സംഭവം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ കണ്ടിട്ടുള്ളത് ഇങ്ങനെ തന്നെയുള്ള ദർശനങ്ങൾ തന്നെയാണ്. സത്യത്തിൽ നടക്കുന്ന സംഭവമാണ് അത്. അതിൻ്റെ കുറച്ചൊക്കെ ഈ പാപിയായ ഞാനും കുർബാന സമയത്ത് കാണാനിടയായിട്ടുണ്ട്. അങ്ങനെ കണ്ടത് കൊണ്ടൊക്കെയാണ് ഇത്രയ്ക്കും വ്യക്തതയോടെ ശക്തമായിട്ട് വിശ്വാസത്തോടെ ഇതെല്ലാം ഞാനിവിടെ മുമ്പിൽ പറയുന്നത്. സ്വന്തം അനുഭവമില്ലാതെ പറയുമ്പോൾ അതിനൊരു ആധികാരികത എനിക്ക് തന്നെ വേണമല്ലോ. പക്ഷെ ഞാനിങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗം ഞാനും കണ്ടിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ, മാലാഖമാര്, വിശുദ്ധര്, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കള്, സഹനസഭ, സമരസഭ, വിജയസഭ ഒത്തൊരുമിച്ച് ഒരു യാഗബലി നടക്കുമ്പോൾ അൾത്താരിൽ വരും. പിന്നെ പരിശുദ്ധ അമ്മ വരും. അമ്മ അവിടെ എപ്പോഴും പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ പല വ്യക്തികളിലൂടെ നമുക്ക് മനസ്സിലാക്കി കിട്ടിയിട്ടുള്ളതാണ്. അന്നത്തെ കുർബാനയിൽ ഈ കുട്ടി ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ ഒരു പ്രതിഭാസമുണ്ടായത്, ആ സ്വീകരിച്ച തിരുവോസ്തി നാവിൽ തന്നെ നിൽക്കുകയാണ് അലിയാതെ. അപ്പോൾ ഈ കുട്ടി വിചാരിച്ച് എൻ്റെ അയോഗ്യത കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വിചാരിച്ച് ദിവ്യകാരുണ്യ ആരാധന നടക്കുന്ന ചാപ്പലിലേക്ക് ഓടി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. പല അഭ്യാസങ്ങളും കാണിച്ചു. തിരുവോസ്തി നാവിൽ നിന്നും അലിഞ്ഞു പോകാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ചാപ്പലടച്ചു, റൂമിലെത്തി. മണിക്കൂറുകളോളം ഈ തിരുവോസ്തി ഇങ്ങനെ നാവിൽ നിന്നു. അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട്, ഭാരമായിട്ട് അനുഭവപ്പെട്ടു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാവിൽ നിന്ന് ഈ ഭാരമൊക്കെ ഇറങ്ങിപ്പോയി മധുരിക്കുന്ന അനുഭവമായിട്ട് മാറി. ഇങ്ങനെ എല്ലാ പരിശുദ്ധ കുർബാനകളിലും കിട്ടുന്ന തിരുവോസ്തി അപ്പം തന്നെ വിഴുങ്ങാൻ ഈ മകൾക്ക് സാധിക്കാതെയായി. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇറക്കുക എന്ന് പറയുന്നത്. അത് അവിടെ തന്നെ ഇരിക്കും. ഇതുപോലെ ഒരു ദിവസം മുഴുവൻ ഇരിക്കാറുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രതിഭാസം എത്ര നാൾ വരെ തുടർന്നു? 2023 വിശുദ്ധ കുർബാനയുടെ തിരുനാൾ വരെ ഇങ്ങനെ തുടർന്നു എന്നാണ് പറയുന്നത്. ദിവ്യകാരുണ്യം ഈ കുഞ്ഞിൻ്റെ നാവിൽ സ്ഥിരമായി നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? വേറെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അതായത് ഈശോ ദിവ്യകാരുണ്യം മാത്രം കഴിച്ച് ജീവിക്കാൻ ഈ കുട്ടിയെ ഒരുക്കുകയാണ്. അങ്ങനെ 1.5 വർഷത്തോളം ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ഈ കുട്ടി ജീവിച്ചു എന്നുള്ളതാണ് ലോകർക്കുള്ള വലിയ ഒരു സാക്ഷ്യ അനുഭവം. അത് സ്വർഗം ഇടപെട്ടാൽ മാത്രമേ അങ്ങനെയൊക്കെ സാധിക്കുകയുള്ളൂ. പിന്നീട് ഈശോ അവസാന കാലത്തെക്കുറിച്ചും അവസാന മണിക്കൂർ, കൃപയുടെ മണിക്കൂറിനെ കുറിച്ചുമൊക്കെ ഈ കുട്ടിയോട് സംസാരിച്ചു. അതിൻ്റെയൊക്കെ ചുരുക്കമാണ് നമ്മൾ ഈ വായിക്കാൻ പോകുന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. കരുണയുടെ അവസാന മണിക്കൂർ. വർഷങ്ങളോളം ഈ കുട്ടിയെ സഹനത്തിലൂടെ ഒരുക്കിയിട്ടാണ് ഇതിന് ദൈവം ഒരുക്കിയെടുത്തിട്ടുള്ളത്. ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിക്കാൻ ദൈവം അനുവദിച്ച് എന്തിനാണെന്നോ, ഈ ലോകത്തിലെ ഭക്ഷണത്തിൻ്റെ മിഥ്യ മനസ്സിലാക്കി കൊടുക്കാനാണ്. കാരണം എല്ലാവരും നിർബന്ധിക്കുമ്പോൾ ഭക്ഷണം കഴിക്കും. കഴിച്ചാൽ കഴിച്ചത് മുഴുവൻ ഉടൻ തന്നെ ഛർദ്ദിച്ച് കളയും. ഞാൻ ഏതോ ഒരു വിശുദ്ധയുടെ ജീവചരിത്രത്തിലും ഇങ്ങനെ ഒന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭക്ഷണം മുഴുവൻ ഛർദ്ദിച്ച് കളയും. എന്നിട്ട് വീണ്ടും കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയേണ്ട അവസ്ഥ വന്നു, ഭക്ഷണം കഴിച്ച് ഞാൻ മടുത്തു. കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ഛർദ്ദിച്ച് കളയും. തിരുവോസ്തി മാത്രം കഴിച്ച് വർഷങ്ങളോളം ജീവിച്ച ഒരു ജീവിതമാണിത്. ഈ കൃപയുടെ അവസാന മണിക്കൂർ എന്നുള്ള പുസ്തകം രൂപപ്പെടുത്താൻ ഈശോ കൊടുത്ത സന്ദേശം, സമയം വൈകുന്നതിന് മുൻപേ അനുദപിച്ച് എല്ലാവരും കർത്താവിലേക്ക് തിരിയാനുള്ള ക്ഷണമായിട്ടാണ് ഈ കുഞ്ഞിലൂടെ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ കർത്താവ് കാണിക്കുന്നത് എന്നാണ്. എല്ലാവരും രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് കർത്താവ് ഇതുപോലെയുള്ള അനുഭവങ്ങൾ പല മക്കളിലൂടെയും വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ കുട്ടിയിലൂടെ കർത്താവ് അന്ത്യനാളുകളെക്കുറിച്ച്, അന്ത്യവിധിയെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. നമുക്ക്
അത് നാളെ മുതൽ കേൾക്കാം. അന്ത്യനാളുകളിൽ എന്താണ് കർത്താവ് വരാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ഈ കുട്ടിക്ക് വളരെ നിഷ്കളങ്കത നിറഞ്ഞ ഒരു വെളിപ്പെടുത്തലാണിത്. വളരെ സിമ്പിളായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, ഈ പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ. ഭയപ്പെട്ടു ഓടാനല്ല, വെറുതെ അതും ഇതും പറയാനല്ല. നമ്മളിപ്പോൾ ജീവിച്ചു വന്നിരുന്ന ആ ഒരു ക്രമം മാറ്റി ഇതിൽ പറയുന്ന പോലെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും സ്നേഹിച്ചും, ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശത്രുക്കളെ പോലും സ്നേഹിക്കാനുള്ള കൃപ കിട്ടണം. നമ്മൾ ശത്രുക്കളോട് വിദ്വേഷം വെച്ച് പുലർത്തിയാൽ നമ്മുടെ മനസ്സിൽ വിദ്വേഷം വേര് വളർന്ന് ദൈവകൃപ നഷ്ടപ്പെടും. ഹെബ്രായരുടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ദൈവകൃപ നഷ്ടപ്പെടും. ദൈവകൃപ നഷ്ടപ്പെട്ടാൽ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയായി മാറും. ഈ വചനമാണ് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. ദിവ്യവചനത്തിൽ കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്. ക്ഷമിക്കുക, സഹിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക, മാനസാന്തരപ്പെട്. ഇത് തന്നെയാണ്. ബൈബിള് വായിച്ചിട്ടൊന്നും മാനസാന്തരപ്പെടാണ്ടാവുമ്പോൾ കർത്താവ് വെളിപാടുകൾ കൊടുക്കുകയാണ്, കുട്ടികളിലൂടെയും മറ്റുള്ളവരിലൂടെയും ഒക്കെ. എല്ലാം പറയുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം, സകലരെയും സ്നേഹിക്കാൻ കഴിയണേ. ചതി, വഞ്ചന, ദ്രവ്യാഗ്രഹം, ജഡിക ആസക്തി, ഫാഷനുകളോടുള്ള ഭ്രമം, ഇതെല്ലാം പൈശാചിക തന്ത്രങ്ങളാണെന്നുള്ള തിരിച്ചറിവ് കിട്ടണം. ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അടുത്ത പങ്കുവെക്കലിൽ അടുത്ത പേജുകൾ ഞാൻ പറയാം. ഇപ്പോൾ 15 പേജ് ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ വലിയ കരുണ നമ്മളിലേക്ക് ഒഴുകട്ടെ. ഇത് വായിച്ചിട്ട് ഒരു മാനസാന്തര അനുഭവം എന്ന് പറയുമ്പോൾ ചിലരുള്ളിൽ പറയും, ഞങ്ങൾ അങ്ങനെ വലിയ പാപമൊന്നും ചെയ്യണില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ വെറുപ്പ് മതി. അവസാന വിധിയിൽ ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം തൂമഞ്ഞ് പോലെ വെണ്മയുള്ളതല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മുതൽ ഒരുങ്ങാനായിട്ട് ചില വെളിപാടുകളും എല്ലാം വായിച്ച് മനസ്സിലാക്കി, എന്നിട്ട് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.